പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ന് കഴിഞ്ഞ റസൽമേനിയ 40 കിക്ക് ഓഫ് പ്രസ് ഇവൻറ്റിനെ സംബന്ധിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടങ്ങാം. റസൽമേനിയ 40 റോമൻ റെയിൻസിൻ്റെ അൺഡിസ്പ്യൂട്ടഡ് WWE യൂണിവേഴ്സൽ ചാമ്പ്യൻഷിപ്പിന് കോഡി റോഡ്സ് തന്നെയായിരിക്കും ചലഞ്ച് ചെയ്യുക എന്നും മത്സരത്തിൻ്റെ ഒഫീഷ്യൽ കാർഡ് ട്രിപ്പിൾ എച്ചും WWEയും ഒരേ സമയത്ത് പുറത്തേക്ക് ഇറക്കിയതും ആ ഒരു മാച്ചിനെ സംബന്ധിച്ചുള്ള നമ്മളുടെ കൺഫ്യൂഷൻസ് എല്ലാം തീർത്തു തരുന്നതായിരുന്നു. എന്നാൽ റസൽമേനിയ 40 ഈ ഒരു പ്രസ് ഇവൻറ്റിനോട് അനുബന്ധിച്ച് നടന്ന കുറച്ച് സംഘർഷഭരിതമായിട്ടുള്ള ഈ ഒരു സിറ്റുവേഷൻ അത് കൂടുതൽ കൺഫ്യൂഷനാണ് ഉണ്ടാക്കിയത്. റോക്ക് ഹീലായി എന്നുള്ളതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ റോക്ക് റസൽമേനിയ 40 എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചും കൃത്യമായിട്ടുള്ള ഒരു സൂചനയും അവർ നൽകിയിട്ടില്ല. റോക്കിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഇതൊരു ട്രിപ്പിൾ ത്രെറ്റ് മാച്ച് ആക്കാനുള്ള സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ റോക്കും റോമൻ റെയിൻസും ഈ ഒരു പ്രസ് ഇവൻറ്റിന് ശേഷം ഒരുമിച്ച് അവർ സഞ്ചരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് റോമൻ റെയിൻസിൻ്റെ കയ്യിൽ നിന്ന് ബ്ലഡ് ലൈൻ്റെ ആ ഒരു നേതൃത്വം റോക്ക് വാങ്ങിയതുപോലെയാണ് നമുക്ക് ആ ഒരു പ്രസ് ഇവൻറ്റിന് ശേഷമുള്ള വീഡിയോസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രസ് ഇവൻറ്റ് കഴിഞ്ഞ് അവർ ബാക്ക് സ്റ്റേജിലേക്ക് വന്നപ്പോൾ അവിടെ ഒരു ബൈറ്റ് കൊടുത്തിരുന്ന ട്രിപ്പിൾ എച്ചിൻ്റെ നേർക്കാണ് റോമൻ റെയിൻസും റോക്കും പോൾ ഹേമനും വന്ന് നിൽക്കുന്നത്. റോക്ക് ട്രിപ്പിൾ എച്ചിനോട് പറയുന്നത് കോഡി റോഡ്സിനോട് അടങ്ങിയിരിക്കാൻ പറഞ്ഞു. കോഡി റോഡ്സ് ഞങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ഇനി സംസാരിച്ചാൽ ഇത് നിൻ്റെ കയ്യിൽ നിൽക്കില്ല, ഞങ്ങളായിരിക്കും ഇതിനുള്ള ഒരു തീർപ്പ് കൽപ്പിക്കാൻ പോകുന്നത് എന്നുള്ളതും റോക്ക് ഒരു വാർണിംഗ് പോലെ ട്രിപ്പിൾ എച്ചിന് കൊടുക്കുന്നുണ്ട്. അതായത് കോഡി റോഡ്സിനെ ഇനി ഞങ്ങൾ എന്തായാലും അടിക്കും എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് നിലവിൽ കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ കാര്യങ്ങൾ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്നുള്ളത് റോക്ക് പറഞ്ഞ് അവർ പിന്നീട് ആ ഒരു വീഡിയോയിൽ നിന്നും മാറുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അതായത് റോക്കും റോമൻ റെയിൻസും പോൾ ഹേമനും ഒരുമിച്ച് കൊണ്ട് ആ ഒരു ഇവൻറ്റ് നടന്ന എറീനയുടെ പുറത്തേക്ക് വരുന്നതും അവർ ആ ഒരു കാറിലേക്ക് കയറാൻ പോകുന്നതിൻ്റെ ദൃശ്യങ്ങളുമാണ്. അപ്പോൾ ആ ഒരു ദൃശ്യം നമുക്കിവിടെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നില്ല. കുറച്ച് ഫോട്ടോസ് മാത്രമേ പങ്കുവെക്കാൻ സാധിക്കുള്ളൂ, കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ മൂലമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ബ്ലഡ് ലൈനിൽ റോക്കിന് ഇനിയൊരു സ്ഥാനം ഉണ്ടായിരിക്കും. അപ്പോൾ ബ്ലഡ് ലൈനിലേക്ക് റോക്ക് വരികയാണെങ്കിൽ റോമൻ റെയിൻസിനേക്കാൾ ഡിസിഷൻ പവർ റോക്കിന് വർദ്ധിക്കും. കൂടാതെ റോക്ക് സംസാരിക്കുന്ന ഭാഗത്തൊന്നും റോമൻ റെയിൻസ് സംസാരിക്കുന്നില്ല. അപ്പോൾ റോക്കിന് ആ ഒരു നേതൃത്വ പദവി റോമൻ റെയിൻസ് കൊടുത്ത പോലെയാണ് നിലവിൽ അവർ കാര്യങ്ങൾ കാണിച്ചിട്ടുള്ളത്. പക്ഷേ റോക്കിനെ അങ്ങനെ അങ്ങോട്ട് വിശ്വസിക്കാനും റോമൻ റെയിൻസിന് സാധിക്കില്ല. അത് സ്റ്റോറി ലൈനിൽ ഇനി എന്തെങ്കിലുമൊക്കെ ഒരു ട്വിസ്റ്റ് വരുന്നതിന് അനുസരിച്ച് കാര്യങ്ങൾ നല്ല രീതിയിൽ എന്തായാലും നമുക്ക് കാണാൻ സാധിച്ചേക്കാം. നിലവിൽ എന്തായാലും റോക്കും റോമൻ റെയിൻസും ഒരുമിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. അവരുടെ പൊതു എനിമി അത് കോഡി റോഡ്സ് ആണ്. കോഡി റോഡ്സ് ഒരു എതിരാളിയായി വരാനുള്ള കാരണം റോമൻ റെയിൻസിലൂടെ അനോയ് ഫാമിലിയെ കളിയാക്കി. അത് റോക്കിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് റോക്ക് കോഡിക്കെതിരെ പ്രതികരിച്ചു, കോഡിയുടെ മുഖത്തടിച്ചു. അപ്പോൾ അതിലുണ്ടായ പ്രശ്നങ്ങളാണ് റോക്കും റോമൻ റെയിൻസും ഒരുമിച്ചതും കോഡി റോഡ്സ് ഇവർക്ക് എതിരെ വരുന്ന ഒരു റെസ്ലറായി മാറിയതും. എന്തായാലും നിലവിൽ കോഡി റോഡ്സിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സെത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സെത്തിൻ്റെ റസൽമേനിയ 40 എതിരാളി ആരാണെന്നുള്ളതും ഇപ്പോഴും വെളിപ്പെടുത്തിയിട്ടില്ല. അത് ആയിരിക്കും ഇനി വരുന്ന ദിവസങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു പോയിന്റ്. അപ്പോൾ ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകളൊക്കെയാണ് പങ്കുവെക്കാനുള്ളത്. റോക്ക്, റോമൻ റെയിൻസ് തുടങ്ങിയവർ ബ്ലഡ് ലൈനിൽ ഒരുമിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.